രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ്. 8-ലെ കുട്ടി 9-ലേക്ക് ജയിച്ചോ, 9-ലെ കുട്ടി 10-ലേക്ക് ജയിച്ചോ എന്നൊക്കെ അറിയാതെ എങ്ങനെയാണ് പാഠപുസ്തകം ഇപ്പോഴേ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് 100 ആശംസകൾ നേരെയാണ്. കാരണം 3 മാസം കൊടുത്ത കേരള ഗവൺമെന്റിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പിന്നൊന്ന് എനിക്ക് പറഞ്ഞ UDFന്റെ ഭരണകാലം ഫോട്ടോ കോപ്പി എടുത്ത് കുട്ടിയെ അയച്ചു കൊടുത്തിട്ട് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ 10 കൊല്ലമായി റെഡി കുട്ടിയെ കിട്ടിക്കൊണ്ടിരിക്കുക. അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അതിൽ ഉടക്കിട്ട് ആശയം ഉന്നയിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് തലക്ക് നല്ല നെല്ലിക്കന്റെ വെള്ളം പാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയി അന്വേഷിച്ചാൽ നമുക്ക് എല്ലാ ഇതും കിട്ടും. ആദ്യമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് തലക്ക് നല്ല നെല്ലിക്കന്റെ വെള്ളം പാരണം. തേരാപ്പാര മണ്ടേ ഇപ്പം തിരിയുന്നില്ല, എങ്ങോട്ടാ മണ്ടെന്ന് തിരിയുന്നില്ല. UDFന് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്നുള്ള ഒരു സന്ദേശം വന്നു കഴിഞ്ഞ് കേരളത്തിൽ. ഇപ്പൊ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പാഠപുസ്തകം കഴിഞ്ഞ 10 വർഷവും കൃത്യമായി കുട്ടികൾക്ക് വിതരണം ചെയ്തിരുന്നു. ഈ വർഷം അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകം ഇപ്പോഴേ ഫെബ്രുവരി പകുതിയാകുന്നതിന് മുമ്പേ വിതരണം തുടങ്ങുന്നു. അതിനെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പരിഹസിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. വിനാശകാലേ വിപരീത ബുദ്ധി. അവരുടെ കാലത്തുണ്ടായത് അവർ തന്നെ ഓർമ്മപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെയും ഭീഷണിയും കാര്യങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് കേരള ജനത ഇഷ്ടപ്പെടുന്നില്ല. അതിന് യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരായികൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഭരണം കേരള ജനത ആഗ്രഹിക്കുന്നില്ല. അതിന് യാതൊരു സാധ്യതയില്ല. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. വിനാശകാലയെ വിപരീത ബുദ്ധി. അവർ തന്നെ അവർ തോണ്ടുവാണ്, അവരെ പോയി. ശരി, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പാഠപുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നതിനെ കുട്ടി ജയിച്ചോ തോറ്റോന്ന് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളാരും തോൽക്കില്ല എന്നത് അറിയാൻ കഴിഞ്ഞിട്ടാണോ, അതോ ഇനി UDF കാലത്ത് ഭരിച്ച കുഴപ്പങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കാനാണോ? എന്തായാലും രമേശ് ചെന്നിത്തല സാധാരണ അത്തരത്തിൽ പ്രതികരിക്കാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം അത്തരത്തിലായി പോയി. എന്തായാലും ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താണ് തെറ്റുള്ളത്? കാരണം ഒരു വാർഷിക പരീക്ഷ പോലും നടന്നിട്ടില്ല. കൊല്ല പരീക്ഷ നടക്കുന്നതിന് മുമ്പേ അടുത്ത ബുക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യം അവിടെ വരുന്നില്ല. അച്ചടിക്ക് വെക്കാം, അത് കുഴപ്പമില്ല. കാരണം അടുത്ത സ്കൂള് ഓപ്പൺ ആവുന്നതിന് മുമ്പ് കൊടുക്കാം. ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം കൊടുക്കാം. പക്ഷെ ഇതിനു മുമ്പ് ഇത് പെർസൺ സ്റ്റണ്ട് പോലെയുള്ള കുട്ടികളിൽ കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളതിന് പിന്നെ മുൻപ്രേക്ഷകൻ പറഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമി ഒന്നും കേരളം ഭരിക്കാനെന്നുള്ള ഒരു ഇത് എന്തെങ്കിലും ഒരു UDF ആയിട്ട് ഇത് നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 10-40 വർഷം CPMന്റെ കൂടെ വന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിച്ചത്, ആഭ്യന്തര വകുപ്പ് അല്ലല്ലോ. ഇതൊക്കെ വേണ്ടാത്ത ഓരോ വിഷയങ്ങൾ. ജമാഅത്ത് ഇസ്ലാമി വിഷയം അവിടെ കേട്ടെ. ഈ അടുത്ത വർഷത്തെ പാഠപുസ്തകം അല്ലല്ല, സന്തോഷം ചോദ്യം. അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം ഇന്ന് തുടങ്ങിയാൽ വരുന്ന 1 മാസമോ അല്ലെ 1.5 മാസമോ ഒക്കെ എടുക്കും ഈ പാഠപുസ്തകം കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ. അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റാവും? അടുത്ത വർഷത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത വർഷത്തെ ഇപ്പൊ 9ലേക്ക് പോകുന്ന കുട്ടികൾ എന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ എന്ന് വിചാരിക്കാം. ഈ 8ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകണ്ടേ? എന്നിട്ടുള്ള വിതരണം ചെയ്യേണ്ടത്. കുട്ടികളെ പണ്ടത്തെ കാലത്തെ പോലെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പേര് തോക്കുകയും അല്ലെങ്കിൽ 3/4% പേര് തോക്കുന്ന അവസ്ഥയൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് വേണമെങ്കിൽ തോൽപ്പിക്കാമെന്ന് പറഞ്ഞാലും ഒരു സ്കൂളിലും ഒരാളും തോൽക്കാറില്ല. അത് എത്രയോ കാലമായി അങ്ങനെയാണ്. കുട്ടി 8ലെ കുട്ടി 9ലാവും, ആ കുട്ടി 9ലെ കുട്ടി 10ലാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും കുട്ടി. അല്ലാതെ കുട്ടികൾ തോൽക്കുന്ന ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, തോറ്റോ ജയിച്ചോ എന്ന് അറിയേണ്ട ഒരു വിഷയമേ ഇല്ല. പണ്ടത്തെ പോലെ കുട്ടികൾക്ക് താങ്കൾ പഠിച്ച കാലത്തെ പോലെ റിസൾട്ട് വരുന്ന ദിവസം കുട്ടികൾ ആദ്യോടുകൂടി പോയി നോക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഒരു ക്ലാസ്സിൽ കയറിയാൽ ആ ക്ലാസ് പൂർത്തിയാക്കിയാൽ ആ കുട്ടി അടുത്ത ക്ലാസ്സിൽ എത്തും. നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞാലല്ലേ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കൊടുത്തോണ്ടെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് മുമ്പ് കൊടുത്തൊരു കുഴപ്പമെന്നല്ല സാർ, അതിന്റെ ആവശ്യമില്ല. അതെ, ഞാൻ ചോദിച്ചത് ഒരു പുസ്തകം നേരത്തെ കൊടുത്തു. ഇതിപ്പോ നേരത്തെ ഇല്ല, ആളുകൾ ചോദിക്കുന്നത് നെയ്യപ്പത്തിൽ നെയ്യ് കൂടി പോയി എന്ന് പറഞ്ഞ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണല്ലോ. നേരത്തെ കൊടുത്തതിന് ഒരു തർക്കവും? നേരത്തെ കൊടുത്തതിന് തർക്കമല്ല സാർ. ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ടോ?
എനിക്ക് നേരത്തെ കിട്ടിയോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം അത് നേരത്തെ കിട്ടി. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ നല്ല സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ. ഇപ്പൊ ഇന്ന് തുടങ്ങിയത് വെച്ച് ഇന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുമല്ലോ. വരുന്ന ഒരു മാസം എടുക്കും അത് കുട്ടികൾക്കെല്ലാം കൊടുത്തൊക്കെ എല്ലാവരും പൂർത്തിയാവാൻ. ഇത് സ്കൂളുകളിൽ എത്ര സ്കൂളുകളിൽ നിന്ന് കൊടുത്തത് ആ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ പുസ്തകം എനിക്ക് കിട്ടുന്ന കുട്ടികൾക്ക് സന്തോഷമല്ലേ? എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, സാറിന്റെ അഭിപ്രായമല്ല. എന്റെ അഭിപ്രായം ചോദിക്കാനാണ് സാർ ഞാൻ. അല്ല അത് സംഭവിച്ചു. അപ്പൊ എനിക്ക് സംശയങ്ങളോട് വരത്തില്ലേ സ്വാഭാവികമായും? അല്ല താങ്കൾ പറയുന്ന എല്ലാ അഭിപ്രായം കേട്ടോണ്ടിരിക്കാന്നുള്ള എന്റെ സംശയമാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ സംശയം അതാണെങ്കിൽ എന്റെ അഭിപ്രായം ഇതാണ്. അതായത് സ്കൂൾ അടുത്ത വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ തുറക്കുന്നതിന് മുമ്പേ ആണ് ഇത് കൊടുക്കേണ്ടത്. കുട്ടികൾ ജയിച്ചാൽ മാത്രമേ അത് വാങ്ങിയിട്ട് ഉപകാരമുള്ളൂ, കാര്യമുള്ളൂ. സന്തോഷം, ഈ കുട്ടി ജയിക്കുന്നതും തോക്കുന്നതും കാലമൊക്കെ എന്നോ കഴിഞ്ഞു പോയി. താങ്കൾ ഏത് കാലത്താണ് നിൽക്കുന്നത്? അങ്ങനെയാണ് ഇതൊന്നും വേണ്ട സാർ. പിന്നെ 1 മുതൽ 10 വരെ. അതെ, അങ്ങനെയാണ് സാർ. തോക്കുന്നില്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ അങ്ങ് ആക്കി കൊടുത്തൂടെ? അങ്ങനെയാണ് ചെയ്തത്. അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം ഇപ്പോഴേ കൊടുത്തു. അടുത്ത എല്ലാ കുട്ടികൾക്കും ആയിക്കോട്ടെ. 1 മുതൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആക്കി കൊടുത്തോട്ടെ. പക്ഷേ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാം കൊടുക്കാനുള്ളതിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇതൊക്കെ ഇതും സ്റ്റണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വിദ്യാഭ്യാസത്തിനെ ഭയങ്കര അഭിവൃദ്ധിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പൊ വലിയ മഹാസംഗമം നടന്നിട്ടുള്ള അതിന്റെ ഒന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ലല്ലോ. അതൊന്നും നിങ്ങൾ ഇപ്പൊ സർക്കാരിനെതിരെയുള്ളതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങളിപ്പം കുറെ നാളുകൾ ആർക്കും ചിരി വരില്ലേ? സ്വാഭാവികമായിട്ട് എനിക്കത് കേട്ടിട്ട് ചിരിയാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തല പോലെ നേതാവ് സാധാരണ ഇങ്ങനെയൊന്നും പറയുന്ന ഒരു നേതാവല്ല. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇത് കേട്ടത് എനിക്ക് ചിരിയാവുന്നത്. ന്യൂസ് 18 ഒരു അജണ്ടയുണ്ട്. ന്യൂസ് 18 സർക്കാരിനെതിരെ വരുന്ന ഒരു കാര്യങ്ങളും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കുഞ്ഞികൃഷ്ണന്റെ വിഷയം വന്നു, ഈ ന്യൂസ് 18 ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ഒരു കാര്യങ്ങളും ഈ ഇപ്പോൾ ന്യൂസ് 18 ചർച്ച ചെയ്യുന്നില്ല. ഒരു കാര്യം ചെയ്യും സന്തോഷ് കഴിഞ്ഞ സന്തോഷ് ആരോപണം ഉന്നയിച്ചല്ലോ. അല്ല സന്തോഷ് കേൾക്കൂ, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനൊന്നും അങ്ങോട്ട് തിരിച്ചു പറയാം. തട്ടിപ്പാക്കിയതില് ഈ ചർച്ച ശരി സന്തോഷ്, താങ്കൾ പറഞ്ഞത് കേട്ടല്ലോ. താങ്കൾ പറഞ്ഞത് കേട്ടു. കേട്ടല്ലോന്നല്ല, സർക്കാരിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി മാത്രമേ ഇപ്പൊ നിങ്ങൾ ന്യൂസ് 18 ചെയ്യുന്നുള്ളൂ. സർക്കാരിനെതിരെ ഞാൻ പറയുന്നത് അങ്ങോട്ടുള്ള കേൾക്കൂ. സന്തോഷ് പറഞ്ഞല്ലോ ന്യൂസ് 18 സർക്കാരിനെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന്. സന്തോഷിന് ഞാൻ ഓപ്പണായിട്ട് ഒരു വെല്ലുവിളി തിരിച്ചു വെക്കുകയാണ് അങ്ങോട്ട്. കഴിഞ്ഞ ഒരു മാസം നമ്മുടെ യൂട്യൂബ് എടുക്കാം. നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ന്യൂസ് 18 ചർച്ച ചെയ്ത വിഷയങ്ങൾ എടുക്കൂ. ന്യൂസ് 18 ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങൾ എടുക്കും. താങ്കൾക്ക് ആ യൂട്യൂബിൽ എൻ്റെ ലിങ്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് കിടപ്പുണ്ട് ലിങ്ക്. വേണ്ട ഒരാഴ്ച എടുക്കൂ. ഈ ഒരാഴ്ചക്കിടയ്ക്ക് സർക്കാരിനെതിരെ വന്ന എത്ര വാർത്തകൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളത് താങ്കൾക്ക് പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തെളിവ് സഹിതം തന്നാൽ ഞാനിവിടെ പറയാം, ഞങ്ങൾ പറഞ്ഞ് ചെയ്ത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറയാം. തുറന്നു പറയുകയാണ്. താങ്കൾ ഇപ്പോൾ പരിശോധിച്ചോളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.